ആണ് ഡാൻ പറയുന്നത്? ഏത് രീതിയിലാണ് ഇപ്പോൾ ഇത് ബാധിക്കുക ചാനലിനെ? അശ്വതി, ഈ ചാനലിന്റെ ഓഹരികൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നീക്കത്തിനാണ് ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതായത് ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അനുമതി തേടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിച്ചത്. പക്ഷേ ആഭ്യന്തര മന്ത്രാലയം അത് തടഞ്ഞിരിക്കുകയാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ ഓഹരികൾ വിൽക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ ഓഹരി വിൽപ്പനയ്ക്ക് തടസ്സം ഉണ്ട് എന്ന കാര്യം ഉത്തരവിൽ പരാമർശിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിപ്പോർട്ടർ ചാനലിന്റെ ഓഹരി കൈമാറ്റത്തിന് അനുമതിയില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേന്ദ്രമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഡാൻ, നേരത്തെ തന്നെ ഇത്തരത്തിൽ എല്ലാ രേഖകളും ഈ ഉടമസ്ഥ കൈമാറ്റവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കണമെന്ന് നേരത്തെ കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നല്ലോ. ഇതൊക്കെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നോ കാര്യങ്ങൾ? അശ്വതി, ഒരുപക്ഷെ ഈ ഓഹരികൾ, അതായത് നിലവിൽ ഈ സ്ഥാപനത്തിന്റെ ഈ ഓണർഷിപ്പിൽ ഉള്ളവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കുകൾ അടക്കം അത് കൃത്യമായി ആഭ്യന്തര മന്ത്രാലയം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയ ബാക്ക്ഗ്രൗണ്ട് ചെക്കിൽ ഒരുപക്ഷെ ലഭിച്ചിരിക്കുന്ന സൂചനകളായിരിക്കാം ഇങ്ങനെ ഓഹരികൾ കൈമാറുന്നതിന് ഒരു വിലക്ക് ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് ആഭ്യന്തര മന്ത്രാലയത്തെ നയിച്ചിരിക്കുന്നത്. കാരണം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഈ ഓഹരി കൈമാറ്റത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് രേഖാമൂലം ഒരു ഉത്തരവ് പുറത്തിറങ്ങുന്നുവെന്ന് പറയുമ്പോൾ അത് വ്യക്തമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ചാനലിനെ സംബന്ധിച്ച് വാണിജ്യ അടിസ്ഥാനത്തിൽ അതിന്റെ ഓഹരികൾ കൈമാറുന്നതിന് വേണ്ടി നടത്തിയ നീക്കത്തിനാണ് ഇപ്പോൾ ഈ ഒരു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടിയിലൂടെ തടസ്സം നേരിട്ടിരിക്കുന്നത്. അതാണ് ഓഹരി കൈമാറ്റത്തിന്, റിപ്പോർട്ടർ ചാനലിന്റെ ഓഹരി കൈമാറ്റത്തിന് അനുമതിയില്ല, രാജ്യരക്ഷാ കാരണം ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിന് തിരിച്ചടിയാണ് ഈ ഉത്തരവ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്രം തേടിയിരുന്നു, രേഖകൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ രാജ്യരക്ഷാ കാരണം ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലൊരു നടപടി എന്ന് പറയുമ്പോൾ ഡാൻ, ഏത് രീതിയിൽ അത് ഇപ്പോഴത്തെ നടത്തിപ്പിനെ ബാധിക്കും? ഈ ഓഹരികൾ ഇപ്പോൾ കൈമാറ്റം ചെയ്യാനാകില്ല എന്നുള്ളത് നിയമപരമായി തന്നെ ഇനി മുന്നോട്ട് പോകാനായിരിക്കില്ല സാധ്യത? നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് റിപ്പോർട്ടർ ചാനൽ ഓഹരികൾ അല്ലെങ്കിൽ അതിന്റെ നിലവിലെ നടത്തിപ്പുകാരുമായി ബന്ധമുള്ള KJ ജോസ്, VV സാജു എന്നിവരുടെ പേരിലേക്ക് മാറ്റാനായിരുന്നു ചാനൽ MD നികേഷ് കുമാർ അപേക്ഷ സമർപ്പിച്ചിരുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിനായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിച്ചത്. അത് കൃത്യമായി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അത് കൃത്യമായി വിലക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു വിചിത്രമായ നടപടി എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ ഒരു അസാധാരണമായ നടപടി ഉണ്ടായിരിക്കുന്നത് അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓഹരികൾ കൈമാറ്റം ചെയ്യാനാവില്ല എന്ന കൃത്യമായ നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് റിപ്പോർട്ടർ ചാനൽ MD നികേഷ് കുമാറിന് നൽകിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകിയത്. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.